മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ കഴുത്തു ഞെരിച്ചു. പുതിയ പദ്ധതിയായ VBG റാംജി നടപ്പായി തുടങ്ങി. അതേസമയം പദ്ധതിയിൽ ആശങ്ക തുടരുന്നു. UPA സർക്കാർ 20 വർഷം മുമ്പ് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്കാണ് പുതിയ സാമ്പത്തിക വർഷത്തോടെ മരണമണി മുഴങ്ങിയിരിക്കുന്നത്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ അഥവാ VBG റാംജി എന്നാണ് പദ്ധതിയുടെ പുതിയ പേര്. പദ്ധതിക്ക് ജൂലൈ 1 മുതലാണ് തുടക്കമായത്. അവിദഗ്ധ തൊഴിലാളികളുടെ കഞ്ഞുകുടി മുട്ടിക്കുന്ന രീതിയിലാണ് പുതിയ പദ്ധതി എന്നതാണ് പ്രധാന ആക്ഷേപം. മാത്രമല്ല, പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് നൽകിവന്ന പദ്ധതി തുകയുടെ 40% വിഹിതം ഇനി സംസ്ഥാനങ്ങൾ വഹിക്കണം. ഇതിന് സംസ്ഥാനങ്ങളുടെ സാമ്പത്തികാവസ്ഥ അനുവദിക്കുകയില്ല. 100 തൊഴിൽ ദിനങ്ങൾ എന്നത് 125 ആക്കിയെങ്കിലും വർഷത്തിൽ 60 തൊഴിലില്ലാ ദിനങ്ങൾ വേണമെന്ന പദ്ധതിയിലെ ചട്ടം കേരളത്തിന് തിരിച്ചടിയാകും. സ്വകാര്യ സ്ഥലങ്ങളിലെ തൊഴിൽ പൂർണ്ണമായും ഇല്ലാതാകുന്നതാണ് മറ്റൊരാശങ്ക. പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് കേരളം ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും 2000 കോടിയോളം വർഷം പ്രതി സംസ്ഥാനം കണ്ടെത്തണം. പദ്ധതിയെ BJP ഭരിക്കുന്ന ബീഹാർ, മധ്യപ്രദേശ് സർക്കാരുകൾ തന്നെ എതിർക്കുകയാണ്. ഇന്നലെ ഡൽഹിയിലെത്തിയ തദ്ദേശ മന്ത്രി KM ഷാജി ആശങ്കകൾ കേന്ദ്രമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ തൊഴിലില്ലാത്തതിന് നഷ്ടപരിഹാരവുമുണ്ട്. അതേസമയം പ്രധാനമന്ത്രി ഭവന പദ്ധതിക്ക് ജോലി ചെയ്യാം. 318 പ്രവൃത്തികളുടെ പട്ടികയാണ് കേന്ദ്രം പുറത്തിറക്കിയിട്ടുള്ളത്. പഴയ പട്ടികയിൽ നേരത്തെ ഉണ്ടായിരുന്നവ പലതും ഒഴിവാക്കി. വിദഗ്ധ ജോലികൾ പുതുതായി ഉൾപ്പെടുത്തിയത് കാരണം സാധാരണ തൊഴിലാളികൾ പുറത്താവും. മാത്രമല്ല, 60 ദിവസം വരെ തൊഴിൽ നിർത്തിവെക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ട്. കേരളത്തിലെ കൃഷി സീസൺ വ്യത്യാസമായതിനാൽ ഇത് ബാധിക്കും. തൊഴിലുറപ്പ് വേതനം 369 രൂപയാണെങ്കിൽ കേരളത്തിലെ മിനിമം വേതനം 760 രൂപയാണെന്നതും തിരിച്ചടിയാണ്. UTV ന്യൂസ്, പാലക്കാട്.